ഹായ്, ഇന്നത്തെ റെസിപ്പി നല്ലൊരു പുഡിങ്ങാണ്. റാഫെല്ലോ പുഡിങ്. നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് മെനക്കെടൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റാഫെല്ലോ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. ഒരു 20 ഗ്രാമോളം വരും കേട്ടോ. പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് വേണമെങ്കിൽ എടുക്കട്ടെ. പക്ഷേ ഈ ഒരു പുഡിങ്ങിന് ജെലറ്റിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടോ. ഈ ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണേ. പിന്നെ ഞാൻ എടുത്തത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് കുറച്ചൊരു മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. കുറച്ച് തണുപ്പോട് കൂടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കണേ. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പകരം നിങ്ങൾക്ക് കോക്കനട്ട് ക്രീം കിട്ടുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം മധുരമുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണേ. ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റാണ് എടുക്കുന്നത്. ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പകരം നിങ്ങൾക്ക് മെൽറ്റാക്കി വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ജെലാറ്റിനൊന്ന് മെൽറ്റാക്കി എടുത്തതാണ്. ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടോ മെൽറ്റാക്കി എടുക്കട്ടോ. ഇത് ചൂടോട് കൂടി ഒഴിച്ച് കൊടുക്കരുത്. ഒന്ന് ചൂടാറിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ജെലറ്റിൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് അടിവശം വരെ എത്തുന്നത് വരെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണേ. ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്രഷിന് വേണ്ടിയിട്ട് കുറച്ചൊരു റാഫെല്ലോ ബോൾസ് ഉണ്ടാക്കി എടുക്കട്ടോ. ഒരു 1/4 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ഏതെങ്കിലും ഒരു നട്ട്സ് വെച്ച് കൊടുക്കട്ടോ. ഞാൻ ബദാമാണ് വെച്ച് കൊടുത്തത്. ഇതേപോലെ ഉരുട്ടി എടുത്തിട്ട് ഇനി ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കട്ടോ. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടോ. ഈ സൈഡിലൊക്കെ ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കട്ടോ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തതാണ്. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങേൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.